സാഹിത്യത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. അവയിലെ കാലാതിവർത്തികളായ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ആഖ്യാന രീതികളും നമ്മെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനങ്ങൾ മനുഷ്യകുലത്തിൻ്റെ വഴിവിളക്കുകളായി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 മാനങ്ങളാണ് ഇതിഹാസ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്ക്. അമാനുഷികതയുടെ അത്ഭുതച്ചെപ്പിൽ ഭക്തിയുടെ മേമ്പൊടി ചേർത്താണ് നാം അവരെ അറിഞ്ഞതും അറിയിച്ചതും. അതുകൊണ്ട് തന്നെ ആ ഇതിഹാസ കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളും ഹൃദയ നൊമ്പരങ്ങളും നാം കാണാതെ പോയി. മഹാഭാരതത്തിലെ സവിശേഷമായൊരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ പുനർവായനയ്ക്കുള്ള ഒരു എളിയ ശ്രമമാണ് ഈ രംഗാവിഷ്കാരം. രചനയും സംവിധാനവും അഡ്വക്കേറ്റ് മോഹനൻ, രംഗത്ത് രമണി മലയൻ. പാഞ്ചാലരാജന്റെ യജ്ഞപുത്രി. വിടർന്ന താമരപ്പൂവിന്റെ പരിമളം പരത്തുന്നവൾ, ലക്ഷ്മി ദേവിയുടെ അവതാരമായവൾ. നിങ്ങൾ അറിഞ്ഞ പാഞ്ചാലി ധീരയായിരുന്നു. ആൺസഭയിൽ അഭിപ്രായം പറഞ്ഞവളായിരുന്നു. പക്ഷേ പാഞ്ചാലിയുടെ നീറിപ്പുകയുന്ന മനസ്സ് നിങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. സ്വയംവര പന്തലിൽ എന്നെ വരിച്ചത് ഞാൻ ഇഷ്ടപ്പെട്ട അർജുനൻ. പക്ഷേ എൻ്റെ വിധി 5 പേർക്ക് ഭാര്യയാകാനായിരുന്നു. യുധിഷ്ഠിരനോടൊപ്പമായിരുന്നു എൻ്റെ ആദ്യ രാത്രി. തുടർന്ന് ഭീമനും അർജുനനും നകുലനും സഹദേവനും എൻ്റെ സ്ത്രീത്വത്തെ ചവിട്ടി അരച്ചു. ഓരോ രാത്രിയും പാഞ്ചാലിക്ക് നൽകിയത് ദുഃഖം മാത്രം. ഓരോ വർഷവും ഓരോ ആളുടെ ഭാര്യയായിരിക്കേണ്ടി വന്നവൾ. ഓരോ ആളുടെ ഊഴം കഴിയുമ്പോഴും അവർ എന്നെ ഭക്തിയിലേറ്റ് ചാരിത്രശുദ്ധി പരീക്ഷിച്ചു. പഞ്ചപാണ്ഡവന്മാർക്ക് സ്വത്വമില്ലാത്തൊരു ഭോഗവസ്തു മാത്രമായിരുന്നു ഈ പാഞ്ചാലി. ഹസ്തിനപുരിയിലെ പതിവ്രതയായ അഭിസാരിക, ചൂതുകളിയിൽ തോറ്റ യുധിഷ്ഠിരന്റെ കേവല പണയവസ്തു. ദ്യുതസഭയിൽ വെച്ച് പ്രതിഗാമി എന്നെ ദാസി എന്ന് വിളിച്ചപ്പോഴും ദുശാസനൻ എന്റെ മുടി പിടിച്ച് വലിച്ച് വിവസ്ത്രയാക്കാൻ തുനിഞ്ഞപ്പോഴും കർണൻ എന്നെ അധിക്ഷേപിച്ചപ്പോഴും മൗനം പാലിച്ച് കേവലം കാഴ്ചക്കാരായിരുന്നു എൻ്റെ ഭർത്താക്കന്മാർ. സഹിക്കാനാവാത്ത മനോവേദനയാൽ പൊട്ടിക്കരയുകയായിരുന്നു ഈ പാഞ്ചാലി. ജയദ്രഥനും ജാതാസുരനും കീചകനും കട്ടുകൊണ്ടുപോകാനുള്ള ഉപഭോഗ വസ്തു. വിരാട രാജധാനിയിലെ വേലക്കാരി. ഭർത്താക്കന്മാർക്ക് സുഖം പകരാൻ വർഷങ്ങളോളം സ്വന്തം മക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന ഹതഭാഗ്യയായ അമ്മ. ഉറങ്ങിക്കിടന്ന മക്കളെ അരുങ്കൊല ചെയ്തപ്പോൾ ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതിരുന്ന പാവം സ്ത്രീ. കർണനെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത്. കുലമഹിമ ആ സ്നേഹത്തിന് തടസ്സമായി. പഞ്ചപാണ്ഡവരിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടത് അർജുനനെ ആയിരുന്നു.
വർഷം എനിക്ക് അർജുനനെയും പിരിയേണ്ടി വന്നു. ഇഷ്ടപ്പെട്ടതൊന്നും നേടാൻ കഴിയാത്തവൾ പാഞ്ചാലി. എല്ലാ അനിഷ്ടങ്ങളും സഹിച്ച് 5 പേരുടെ ഭോഗവസ്തുവായി, പണയവസ്തുവായി, അരുങ്കൊല ചെയ്യപ്പെട്ട മക്കളുടെ അമ്മയായി, സ്വത്വം നഷ്ടപ്പെട്ടവളായി, മരണത്തിലും അപമാനിതയായി മരണം വരിച്ചവൾ. നിങ്ങൾ കാണാതെ പോയ പാഞ്ചാലി, നിങ്ങൾ കണ്ടതും അറിഞ്ഞതും പാഞ്ചാലിയുടെ പുറന്തോട് മാത്രം. അകമേ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു ഈ പാഞ്ചാലി. സഹിക്കാൻ